താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന മികവ് 2K26 പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. വിവിധ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ റാങ്ക് നേടിയവരെയും സാംസ്കാരിക കായിക മേഖലകളിൽ കഴിവ് തെളിയിച്ച പഞ്ചായത്തിലെ മറ്റ് പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. കാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന മികവ് 2K26 പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. വിവിധ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ റാങ്ക് നേടിയവരെയും സാംസ്കാരിക കായിക മേഖലകളിൽ കഴിവ് തെളിയിച്ച പഞ്ചായത്തിലെ മറ്റു പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. M. ഉണ്ണിമേനോൻ സ്മാരക ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങും മെമന്റോ വിതരണവും അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നിന്റെ കാര്യം പണ്ട് ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ രാജ്യം നശിക്കപ്പെടുന്നത്. പക്ഷെ ഇന്ന് അത് വേണ്ട. മയക്കുമരുന്ന് ശക്തികൾ പലരുടെയും സപ്പോർട്ടോടുകൂടി ഇവിടെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് രാസലഹരി നൽകി നിങ്ങളുടെ ആരോഗ്യം ഇല്ലായ്മ ചെയ്താൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു രാജ്യം നശിക്കും. ഒരു തലമുറ നശിച്ചാൽ ഒരു രാജ്യം തന്നെ നശിക്കും. അവിടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ മനസ്സിനെയും ശരീരത്തെയും നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചാൽ അത് നിങ്ങൾ ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് നല്ല ഒരു തലമുറയായി നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പോൾ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ആദരവ് നൽകാൻ വിളിച്ചത് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ആകുമ്പോൾ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. കാരണം ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് ഇത്രയേറെ കുട്ടികൾ നല്ല വിദ്യാഭ്യാസം നടത്തി, നല്ല വിദ്യാഭ്യാസം നേടി, അവരെല്ലാം അവരുടെ പരമാവധി കഴിവുപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നല്ല നിലയിലേക്കുള്ള റിസൾട്ടിനെ ഉയർത്തിപ്പിടിച്ചു. ഇനി അങ്ങോട്ട് നിങ്ങളുടെ കരിയറിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ഏത് ഘട്ടത്തിലേക്കാണോ തിരിയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ തിരിയലിലേക്ക് നിങ്ങൾക്ക് നന്മ വരാനുള്ള എല്ലാ പ്രാർത്ഥനകളും എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വൈസ് പ്രസിഡന്റ് വിജി ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം അഹല്യ സദാനന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KV പൊളച്ചൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എബിൻ ഡേവിസ്, സീന സത്യൻ, ഖാലിദ് കാസിം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MC രഘു, വിവിധ വാർഡംഗങ്ങളായ ഹണി ഡേവിസ്, ജെസി ലിജോ, ജോഫി ബൈജോ, റിംസി സാബു, ഷിജി ടോമി, സവിത നിതീഷ്, TS ജയൻ, KV അഭിജിത്ത്, പ്രിയ ജോബി, സരിത ബാബു, PV വിനോദ്, ലെനിൻ MK, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KN കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് അവസരങ്ങൾ അനവധിയാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവിനും നിങ്ങളുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള മേഖലകൾ തിരഞ്ഞെടുത്ത് ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇവിടെ വിജയിച്ചു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല ഭാവിയും നല്ലൊരു നാടിന് നന്മയ്ക്ക് ഉതകുന്ന ഒരു മക്കളെ തീരാനുള്ള എല്ലാ ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാ ആശംസകളും നേർന്നു. പറഞ്ഞു വയ്ക്കുന്ന പ്രകാരമാണ്, ചുട്ടുപൊള്ളുന്ന മണൽപ്പരിപ്പുകൾ എത്രയോ ചെറുത്, ഇനി വരാനിരിക്കുന്ന വസന്തകാലത്തിന്റെ യൗവനത്തെ കുറിച്ച് ആലോചിക്കണമെന്ന് ദാർവിഷ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ SSLCക്കും അതുപോലെ തന്നെ +2 അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കായിക മേഖലയിലും നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പ്രത്യേക ഒരു കാര്യം പറയാണ്, നമ്മുടെ ഗവൺമെന്റ് ഏർപ്പാടായിരിക്കുന്ന തൂഫാൻ ആ പദ്ധതിയിൽ നിങ്ങളും പങ്കാളികളാണ്. കാരണം നിങ്ങളുടെ ആ 10+2 ബാച്ചുകളിലുള്ള കുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഏറ്റവും ലഹരികൾ ഏറ്റവും കൂടുതൽ സ്കൂൾ തലങ്ങളിൽ അല്ലെങ്കിൽ കോളേജ് തലങ്ങളിൽ തുടങ്ങുന്ന അതിനെ നിങ്ങളുടെ വിദ്യാർത്ഥികൾ തന്നെ, നിങ്ങളുടെ കുട്ടികളിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് തെറ്റാണ് എന്ന് കാണിച്ചു കൂടാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി മാറിയിട്ട് നമ്മുടെ ഇത്
ഈ അവാർഡ് നമ്മുടെ ഒരു അവസാനമായി കാണാതെ ഇത് നമ്മുടെ ഒരു തുടക്കമാണ്. ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയരങ്ങളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു.